പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ സംഭവിക്കുമ്പോൾ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമീനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നു. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ ആക്രമണത്തിൽ മുൻ നേതാവ് ആയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മകൻ മുജ്തബ ഖമീനി പദവി ഏറ്റെടുത്തത്. മുജ്തബ ഖമീനിക്ക് പരിക്കേറ്റുവെന്നും അദ്ദേഹം റഷ്യയിൽ ചികിത്സയിലാണെന്നുമുള്ള അഭ്യൂഹങ്ങൾക്കിടെ ഇറാനിലെ റഷ്യൻ അംബാസഡർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുജ്തബ ഇറാനിൽ തന്നെ ഉണ്ടെന്നും സുരക്ഷിതനാണെന്നും അംബാസഡർ വ്യക്തമാക്കി. ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയാണെന്നാണ് റഷ്യയുടെ വിശദീകരണം. യുഎസ് ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിനിടെ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇറാൻ സ്റ്റേറ്റ് ടിവി ഉൾപ്പെടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക പടർന്നത്. അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നു. നേതാവ് നേരിട്ട് രംഗത്തില്ലെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള ഇറാന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് മുജ്തബ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പിതാവിന്റെ വധത്തിന് പകരമായി കടുത്ത തിരിച്ചടി നൽകുമെന്ന സന്ദേശങ്ങൾ അദ്ദേഹം ഔദ്യോഗിക വൃത്തങ്ങൾ വഴി കൈമാറുന്നുണ്ട്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സമിതിയുമായി അദ്ദേഹം നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം സഖ്യകക്ഷികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ അമേരിക്ക ഫസ്റ്റ് നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാജ്യങ്ങൾക്ക് ഇനി അമേരിക്കയിൽ നിന്ന് യാതൊരുവിധ സൈനിക സാമ്പത്തിക സഹായങ്ങളും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. തന്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പരമ്പരാഗത സഖ്യകക്ഷികൾക്കെതിരെയാണ് ട്രംപിന്റെ വിമർശനം നീളുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഉപരോധത്തിനെതിരെ പോരാടാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറാകാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് ഇറാൻ തടസ്സപ്പെടുത്തിയിട്ടും അമേരിക്ക ഒറ്റയ്ക്കാണ് പോരാടുന്നതെന്ന് ട്രംപ് ആരോപിക്കുന്നു. ഇനി അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യ സഹായം ലഭിക്കില്ല. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ഇറാനെതിരെ സ്വയം പോരാടി അത് നേടിയെടുക്കണമെന്ന ട്രംപിന്റെ വാക്കുകൾ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നിരിക്കെ അമേരിക്ക പിന്മാറുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. ഇറാന്റെ പുതിയ നേതൃത്വം ഒരു വശത്തും ട്രംപിന്റെ കടുത്ത നിലപാടുകൾ മറുവശത്തും പശ്ചിമേഷ്യയെ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ സൂചനയാണ് റഷ്യൻ അംബാസഡറുടെ വാക്കുകൾ നൽകുന്നത്. അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ റഷ്യ ഇറാന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. മുജ്തബ ഖമീനിയുടെ പദവി ഇറാന്റെ ചരിത്രത്തിൽ നിർണായകമാണ്. പിതാവിനെ പോലെ തന്നെ കർക്കശക്കാരനായ നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡുകളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു. ട്രംപിന്റെ നയം മാറ്റം നാറ്റോ സഖ്യത്തിനുള്ളിലും വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. സഖ്യകക്ഷികൾ അവരുടെ പ്രതിരോധത്തിനായി കൂടുതൽ പണം ചിലവാക്കണമെന്ന ട്രംപിന്റെ ആവശ്യം വീണ്ടും സജീവമായിരിക്കുകയാണ്. യുദ്ധം വരാതിരിക്കാൻ കരാറുകളിൽ ഏർപ്പെടുത്തുന്നതിന് പകരം ഓരോ രാജ്യവും സ്വന്തം സുരക്ഷ നോക്കട്ടെ എന്ന നിലപാടാണ് ട്രംപിന്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. വികസന രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അമേരിക്കൻ സൈന്യം പിന്മാറുകയും ഇറാൻ ഉപരോധം തുടരുകയും ചെയ്താൽ ആഗോള വിപണിയിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകും. ഇറാൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ മുജ്തബയുടെ പ്രസംഗങ്ങൾ ഓഡിയോ രൂപത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ആത്മവീര്യം ചോരാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് മുജ്തബയുടെ സന്ദേശം. റഷ്യൻ അംബാസഡറുടെ ഇടപെടൽ നയതന്ത്ര തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ റഷ്യക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് ഇത് തെളിയിക്കുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ റഷ്യൻ സഹായം തേടുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധക്കൊതിയനായ പ്രസിഡന്റ് എന്ന ഡെമോക്രാറ്റുകൾ ട്രംപിനെ വിമർശിക്കുമ്പോൾ അമേരിക്കയുടെ പണം പാഴാക്കുന്നത് തടയുന്ന ധീരമായ നീക്കമാണിതെന്ന് റിപ്പബ്ലിക്കൻ അനുകൂലികൾ വാദിക്കുന്നു. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനാണ് മുജ്തബ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ മിസൈൽ സംവിധാനങ്ങൾ സജ്ജമാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അമേരിക്കൻ സൈന്യം മേഖല വിടുന്നതോടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യയും യുഎഇയും നിലവിൽ നിശബ്ദത പാലിക്കുകയാണ്. അമേരിക്കയുടെ സംരക്ഷണം ഇല്ലാതായാൽ ഇറാന്റെ ഭീഷണി നേരിടാൻ അവർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇത് മേഖലയിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടാൻ കാരണമായേക്കാം. മുജ്തബയുടെ ആരോഗ്യം സംബന്ധിച്ച ദുരൂഹത നീക്കാൻ ഇറാൻ സർക്കാർ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടേക്കാം. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തെളിയിക്കേണ്ടത് ഇറാൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഔദ്യോഗിക നയരേഖകളായി മാറുന്ന വിചിത്രമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വിദേശകാര്യ മന്ത്രാലയങ്ങളോ വൈറ്റ് ഹൌസ് വക്താക്കളോ അറിയുന്നതിന് മുൻപേ ഇത്തരം നിർണായക തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നയതന്ത്രജ്ഞരെ കുഴപ്പിക്കുന്നുണ്ട്.
പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള പോര് ലോകത്തെ മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ഏവരും ഭയപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ മുജ്തബ ഖമീനി നേരിട്ട് രംഗത്തെത്തുമോ അതോ ട്രംപ് തന്റെ ഭീഷണി നടപ്പിലാക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഓരോ നീക്കവും ലോകരാജ്യങ്ങളുടെ വിധി നിർണ്ണയിക്കും.